ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ യൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഈ നമ്പറിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 1 2 3 4 എടുത്താൽ മതി. ഇനി അതല്ലെങ്കിൽ പിന്നെ ബോക്സ് വരച്ച് ചെയ്ത ആൾക്കാരുണ്ട്. ഇവിടെ ടിയർ എന്ന് എഴുതിയ, അതായത് കാനൈൻ ടീത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. പിന്നെ കാർണിവോറസിലൊക്കെ കാനൈൻ ടീത്ത് എന്താണ്, വെൽ ഡെവലപ്ഡ് ആണ്. അത് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത്. അപ്പോൾ ടിയർ എന്ന് എഴുതിയ ആളുകൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോളാറും പ്രീ മോളാറുമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഇത് എന്താണ്, ച്യൂ ആൻഡ് ഗ്രൈൻഡ് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യുക, മോളാർന്ന് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രീ മോളാറിൻ്റെ യൂസ് എന്താണ്, താഴെ തന്നെ ഉണ്ട്, ച്യൂ ആൻഡ് ഗ്രൈൻഡ് ദ ഫുഡ് എന്ന് എഴുതിയ ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ വിട്ടിട്ടുണ്ട്, ചില ആൾക്കാർ വെറുതെ തെറ്റിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തത് നിങ്ങൾക്ക് പിന്നെ വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ടൂത്ത് ഡീക്കേ ആവും എന്നുള്ളതുണ്ട്. അപ്പോൾ ജസ്റ്റ് 2 കാര്യങ്ങൾ അവിടെ ഉണ്ടായാൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൗത്ത് വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ, കൃത്യമായിട്ട് വാഷ് ചെയ്തില്ലെങ്കിൽ നമ്മളെ ഫുഡിൻ്റെ പിന്നെ റെസിഡ്യൂ അവിടെ ഉണ്ടാവും, ഫുഡിൻ്റെ വേസ്റ്റുകൾ അവിടെ ഉണ്ടാവും. പല്ലിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുമോ, സ്ട്രക്ക് ആ ഒരു കാര്യം കുറച്ച് ആൾക്കാർ എഴുതിയിട്ടുണ്ട്. ആ വേസ്റ്റുകൾ എന്ത് ചെയ്യും, അവിടെ ബാക്ടീരിയ ഉണ്ടാവും. ബാക്ടീരിയ എന്ന് എഴുതിയ ആളുകൾക്കും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ അപ്പോൾ ആ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡ് ഏതാണ്, നമ്മൾ കഴിഞ്ഞ പാഠത്ത് പഠിച്ച ലാക്റ്റിക് ആസിഡ് അല്ലേ. ഒരു വീക്ക് ആസിഡ് ആണെങ്കിൽ പോലും ആ ലാക്റ്റിക് ആസിഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പല്ലിനെ കൊറോഡ് ചെയ്യുന്നുണ്ട്. കൊറോഷനോ ടൂത്ത് ഡീക്കേ എന്നോ പിന്നെ അങ്ങനെ ഏത് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ അതൊരു സെൻറ്റൻസ് ആയിട്ട് മേക്ക് ചെയ്തിട്ട് നന്നായിട്ട് എഴുതിയ ആൾക്കാരുണ്ട്. ചില ആൾക്കാർ പിന്നെ ഞാൻ 2 ടൈംസ് ബ്രഷ് ചെയ്യലുണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ടു ദ ആൻസർ ആയിരിക്കണം. ഫംഗ്ഷൻ ചോദിച്ചാൽ ഫംഗ്ഷൻ എഴുതുക, ഫീച്ചേഴ്സ് ചോദിച്ചാൽ ഫീച്ചേഴ്സ് എഴുതുക. ഇവിടെയും പറയാനുള്ളത് രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ബ്ലഡിൻ്റെ കോമ്പണൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹീമോഗ്ലോബിൻ കണ്ടെയ്ൻ ചെയ്യുന്നത് ഏതാണ്, ഫ്ലൂയിഡ് പാർട്ട് ഏതാണ്, ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്, പിന്നെയോ സ്പെസിഫിക് ആയിട്ട് പ്രത്യേക ഷേപ്പൊന്നുമില്ല, പക്ഷേ ന്യൂക്ലിയസ് ഉണ്ട്. മറ്റതിലോ പിന്നെ ന്യൂക്ലിയസ് ഇല്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ ബി ക്വസ്റ്റ്യൻ കുറച്ച് ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ട്, ചില ആൾക്കാർ ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് A4 ആർട്ടറി എവേ ഫ്രം ഹാർട്ട് എന്നാണ് പറഞ്ഞത് അല്ലേ. ആയിക്കോട്ടെ. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ബി ക്വസ്റ്റ്യനിൽ സ്മോൾ ബ്ലഡ് വെസൽസ് കണക്ട് ദ ബ്ലഡ് വെസൽസ് എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ നേരത്തെ ഒറ്റ സെൻറ്റൻസിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ആർട്ടറിയെയും വെയിനെയും കണക്ട് ചെയ്യുന്ന ചെറിയ തിൻ ബ്ലഡ് വെസൽസിൻ്റെ പേരാണ് കാപ്പിലറീസ് എന്ന് നമ്മൾ പഠിച്ചത്. പിന്നെയോ ബ്ലഡ് എവേ ഫ്രം ആണെങ്കിൽ ആർട്ടറിയാണ്. എവേ ഫ്രം മാത്രമല്ല, ഇവിടെയോ ദാറ്റ് ബ്രിങ് ബ്ലഡ് ടു ഹാർട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 പണിയും എന്ത് ചെയ്യൂല, ആർട്ടറി വെയിനും എടുക്കില്ലല്ലോ. ആർട്ടറി എവേ ഫ്രം ആണ്, വെയിൻസ് എന്ത് ചെയ്യും, ടുവാർഡ്സ് ഹേർട്ടിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും പണിയെടുക്കുന്ന ആരായിരിക്കും, പെരികാർഡിയം എല്ലാം ഉറപ്പാണ്. നമുക്ക് ഈ ഓപ്ഷൻ ഒഴിവാക്കാം. പെരികാർഡിയം എന്ന് പറഞ്ഞാൽ അതൊരു കവറിങ് ആണ്. ആ കവറിങ് അപ്പോൾ കാപ്പിലറീസ് ആണ് ഇതിൻ്റെ ഉത്തരം. പിന്നെ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ബ്ലഡ് ഏതാണ്, പ്ലാസ്മയാണ് എന്ന് നമുക്കറിയാം. പിന്നെയോ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന വിറ്റാമിൻ അടക്കം നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പിന്നെയോ WBC ആണ് അടുത്തത് അല്ലേ. ന്യൂക്ലിയസ് പ്രസൻ്റ് ആണ്, പക്ഷെങ്കിൽ പ്രത്യേകിച്ച് എന്തില്ല, ഷേപ്പൊന്നുമില്ല. നിങ്ങൾ 6ാം ക്ലാസ്സിൽ ഇങ്ങനെ ഒരു ചിത്രം ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും, യൂണിസെല്ലുലാറും മൾട്ടിസെല്ലുലാറും പഠിച്ചൊരു സമയത്ത്. പിന്നെയോ അടുത്തത് ഹീമോഗ്ലോബിൻ ഉള്ളത് കൊണ്ടാണ് റെഡ് കളർ കിട്ടുന്നത്. പിന്നെ അപ്പോൾ RBC ആണ്. ഇതെല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇവിടെ ഹ്യൂമൻ ഹാർട്ടിൻ്റെ ഫീച്ചേഴ്സാണ് തന്നത്. 2 ഫീച്ചേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. 5ഓളം ഫീച്ചേഴ്സ് ടെക്സ്റ്റിലുണ്ട്. ഇനി 2 മോർ ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ ഫീച്ചേഴ്സ് എഴുതണം. ഫിസ്റ്റ് നമ്മുടെ ഒരു മുഷ്ടിയുടെ, നമ്മൾ കൈ ചുരുട്ടിയാലുള്ള സൈസാണ് എന്ന് പറഞ്ഞു. പിന്നെയോ റിബ് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തതാണെന്നും പറഞ്ഞു. അപ്പോൾ ഇനി 2 പോയിൻറ്റും കൂടി വേണം ഹാർട്ടിനെ പറ്റിയിട്ട്. ഇവിടെ തന്നെ മേലെ തന്നെ പെരികാർഡിയത്തിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോയിൻ്റ് ഉണ്ടാക്കുക. പെരികാർഡിയം കൊണ്ട് കവർ ചെയ്തതാണെന്ന് പറയാം. പെരികാർഡിയം എന്ന് പറഞ്ഞാൽ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ കൊണ്ടാണ് കവർ ചെയ്തതെന്ന് പറയാം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിന് 4 ചേമ്പർ ഉണ്ട് എന്ന് പറയാം. അപ്പോൾ 2 പോയിൻ്റായി. ചില ആൾക്കാർ ഇവിടെ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്, ഫംഗ്ഷൻ ചോദിച്ചിട്ടില്ല. പിന്നെ ആക്ടിവിറ്റി 3 എന്താണ് ആക്ടിവിറ്റി 3യിൽ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ 2 പിക്ചർ തന്നു, ഒരു പിക്ചർ 2 പിക്ചർ. ഫസ്റ്റത്തത് റെഗുലർ റിഫ്ലക്ഷനാണ്, രണ്ടാമത്തതോ ഇറഗുലർ റിഫ്ലക്ഷനാണ്. ഇതിൻ്റെ എക്സാമ്പിൾസ് എഴുതാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാരുണ്ട്.
എക്സാമ്പിളല്ല ചോദിച്ചത്. ഇത് എക്സാമ്പിളാണെങ്കിൽ ഇതൊരു സാൻഡ് പേപ്പറാണ്. പിന്നെയോ ഇത് എന്താണ്, പ്ലെയിൻ മിററുമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം നമ്മുടെ വീടുകളിൽ ഉള്ളിൽ ഈ സൺലൈറ്റ് ഡയറക്റ്റ് അല്ലാണ്ട് എന്ത് ചെയ്യും, നമ്മുടെ ചുമരിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ തട്ടിയിട്ട് ഇറഗുലർ റിഫ്ലക്ഷനാണ് നടക്കുക. ക്ലാസ്സിൽ പ്രത്യേകം പറഞ്ഞാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന് ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഇറഗുലർ റിഫ്ലക്ഷനാണ്. അതെല്ലാ ആളുകളും റെഗുലർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ റെഗുലർ അല്ല. പിന്നെയോ വിച്ച് ടൈപ്പ് ഓഫ് മിറർ, ഏത് മിററാണ് നമ്മൾ ഉപയോഗിച്ചത്? കാലിഡോസ്കോപ്പിലായാലും പെരിസ്കോപ്പിലായാലും നമ്മൾ എന്താണ് ഉപയോഗിച്ചത്? നമ്മുടെ പ്ലെയിൻ മിററാണ് ഉപയോഗിച്ചത്. എന്നിട്ടോ അടുത്തൊരു ചോദ്യം ഇവിടെ ഉണ്ട്. എന്ത് പ്രിൻസിപ്പിളാണ് ഇവിടെ ഉപയോഗിച്ചത്? റിഫ്ലക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് പ്രിൻസിപ്പിളാണ്? 2 മിററുകൾ വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷനാണ്. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എഴുതിയ ആൾക്കാർക്കൊക്കെ മാർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ തന്നെ പഠിച്ചൊരു കാര്യമാണ് ആംഗിൾ കൂടുമ്പോൾ എന്ത് കുറയും? നമ്പർ ഓഫ് ഇമേജസ് കുറയും എന്നൊരു ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ചോദിച്ചിട്ടില്ല ഇപ്രാവശ്യം. ഇനി ഇവിടെ ഒരു കറക്റ്റായിട്ട് തന്നെയാണ് തന്നത്. വാട്ടർ പേപ്പർ പാർഷ്യലിയാണ്. അപ്പോൾ ഇത് ട്രാൻസ്ലൂസൻ്റ് ആണ്. പിന്നെയോ സ്മൂത്ത് ടൈൽ എന്താണ്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഒപ്പാക്കാണ്. പിന്നെയോ അടുത്തത് വെരി വെൽ ആണെങ്കിൽ അതെന്താണ്? ട്രാൻസ്പാരൻ്റ് ആണ്. ജസ്റ്റ് 3 കള്ളികൾ വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇവിടെയുള്ള തന്ന ഐറ്റംസിന് എന്ത് ചെയ്യുക? കാറ്റഗറൈസ് ചെയ്യുക. എന്നിട്ട് അതിന് ഹെഡിങ് കൊടുക്കുക. ഒന്നിന് ട്രാൻസ്പാരൻ്റ് കൊടുക്കുക, ഒന്നിന് ട്രാൻസ്ലൂസൻ്റ് കൊടുക്കുക, ഒന്നിന് ഒപ്പാക്ക് എന്ന് കൊടുക്കുക. ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് അല്ല തന്നെ. ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ലാറ്ററൽ ഇൻവേർഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട്. എന്ത്? പ്ലെയിൻ മിറർ. പിന്നെയോ ട്രാൻസ്മിറ്റ് ചെയ്യോ? ഇല്ല. പിന്നെയോ സൈസ് ഓഫ് ഇമേജ് ലാർജർ ദാൻ ഒബ്ജക്റ്റ് ആണോ? അല്ല, സെയിം ആണ് അല്ലേ? അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിരിക്കും. അപ്പോൾ ഉത്തരം 40 ഡിഗ്രിയാണ്. ഇതാ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, നോർമലും ഇൻസിഡൻറ്റ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 40 ആണെങ്കിൽ റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളും 40 ഡിഗ്രി.